ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. രാധാനീലമാധവ് സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാർക്കും വീണ്ടും ഒരു ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മള് ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം, അതില് അർജുന വിഷാദയോഗം, സൈന്യ നിരീക്ഷണം കഴിഞ്ഞു. അർജുനൻ വന്നിട്ട് രണ്ടുപേര് സൈന്യ നിരീക്ഷണം ചെയ്തു. ആ കാര്യം നമ്മൾ അറിഞ്ഞു. ആരാണ്? ഒന്ന്, ദുര്യോധനൻ വന്നിട്ട് സൈന്യ നിരീക്ഷണം ചെയ്തു. ദുര്യോധനൻ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾക്ക് മനസ്സിലായി. ആദ്യം ദുര്യോധനൻ ഭയങ്കര ആത്മവിശ്വാസമായിട്ട് വന്നു. പക്ഷെ പാണ്ഡവരുടെ യുദ്ധം അല്ലെങ്കിൽ വ്യൂഢം കണ്ടപ്പോ എന്ത് സംഭവിച്ചു? ദുര്യോധനന്റെ ആത്മവിശ്വാസം കുറഞ്ഞു. എന്നിട്ട് തനിക്ക് ആ ഒരു യുദ്ധത്തിൽ എന്ത് മാനിപ്പുലേഷൻ പൊളിറ്റിക്കലി, അതായത് രാഷ്ട്രീയപരമായി എന്ത് ചൂഷണം ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് ദ്രോണാചാര്യരുടെയും ഭീഷ്മരുടെയും മറ്റു യോദ്ധാക്കളുടെയും ഒക്കെ വിശ്വാസം നേടിയെടുക്കാനും തനിക്ക് അനുകൂലമായിട്ട് ചെയ്യാനുമുള്ള കാര്യങ്ങളെല്ലാം ആര് ചെയ്തു? ദുര്യോധനൻ ചെയ്തു. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സഞ്ജയൻ വന്നിട്ട് തന്റെ ക്യാമറ എങ്ങോട്ട് തിരിക്കുന്നത്? ഈ ഒരു ദുര്യോധനന്റെ അടുത്ത് നിന്നും ഭീഷ്മരും ദ്രോണരും മറ്റു പാണ്ഡവരും ഒക്കെ വന്നിട്ട് ശംഖമൂതുന്ന ആ ഒരു ഭാഗത്തേക്ക് തിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ എൻട്രി, ആരുടെ? ഹീറോയുടെ എൻട്രി. ആരാണ് ഹീറോ? ശ്രീകൃഷ്ണ ഭഗവാനാണ് ഹീറോ. പക്ഷെ അദ്ദേഹം എവിടെയാണ് വന്നിറങ്ങുന്നത്? പാർത്ഥസാരഥിയായിട്ടാണ്. ആയുധം എടുക്കില്ല, യുദ്ധത്തിൽ പങ്കെടുക്കൂല എന്ന് പറഞ്ഞിട്ട് പാർത്ഥസാരഥിയായിട്ടാണ് വന്ന് എവിടെ ഇറങ്ങുന്നത്? ആ രണ്ട് സേനയുടെയും മധ്യത്തില് അർജുനനെ കൊണ്ടുവന്ന് നിൽക്കുന്നത്. പിന്നെ ആരുടെ യുദ്ധ നിരീക്ഷണമാണ്? അർജുനന്റെ യുദ്ധ നിരീക്ഷണമാണ്. പക്ഷെ അർജുനന്റെ യുദ്ധ നിരീക്ഷണം എന്ന് പറയുന്നത് ദുര്യോധനന്റെ യുദ്ധ നിരീക്ഷണം പോലെ അല്ല. നമ്മൾ അർജുനനെ വിചാരിക്കുന്നത് വളരെയധികം ബലശാലിയും കേപ്പബിളുമായിട്ടുള്ള ക്ഷത്രിയൻ, അനേകം യുദ്ധങ്ങൾ ചെയ്തു, ഒരിക്കലും തോറ്റിട്ടില്ല, ഭയങ്കര വില്ലാളി വീരനാണ്, ദ്രോണാചാര്യരുടെ ഏറ്റവും മികച്ച ശിഷ്യനാണ്, അനേകം ദിവ്യായുധങ്ങൾ കൈവശമുള്ളവനാണ്. ഇതൊക്കെ ആയിട്ടും കൂടി ദുര്യോധനൻ പിന്നെ യുദ്ധം നിരീക്ഷിച്ചപ്പോ ദുര്യോധനന് പൊളിറ്റിക്കലി ചൂഷണം ചെയ്യാനാണ് തോന്നിയത്, ഭൗതികമായിട്ട് ചിന്തിച്ചുകൊണ്ട്. പക്ഷേ അർജുനൻ സ്വാഭാവികമായിട്ടും ഒരു ഭക്തനായതുകൊണ്ട് അർജുനന്റെ യുദ്ധ നിരീക്ഷണം ചെയ്തപ്പോ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഈ ശ്ലോകങ്ങളിൽ കൂടി കടന്നു പോകുന്നത്. അപ്പൊ കഴിഞ്ഞ തവണ നിങ്ങൾ 28-ാമത്തെ ശ്ലോകത്തിലാണ് ആദ്യമായി അർജുനൻ സംസാരിക്കുന്നത് കൃഷ്ണനോട്, അല്ലെ? യുദ്ധത്തിന്റെ സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ എന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് അടുത്ത വാക്കുകൾ ഇത് കണ്ടതിന് ശേഷം എന്താണ് അർജുനന്റെ മനസ്സിൽ ഉണ്ടായത് എന്ന് പറയുന്നത് ഇവിടെയാണ്. എന്താണ്? ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീതന്തി മമ ഗാത്രാണി ത്വക്ചൈവ മുഖം ച പരിശുഷ്യതി. അതായത് അവരെ കണ്ടിട്ട്, എന്റെ കുടുംബക്കാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ടിട്ട് എന്നോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിൽക്കുന്നത് കണ്ടിട്ട് എന്റെ ശരീരം വിറയ്ക്കുന്നു, വായെല്ലാം വരണ്ടുണങ്ങുന്നു എന്ന് പറഞ്ഞു. വേപതുശ്ച ശരീരേമേ രോമഹർഷശ്ച ജായത്തെ ഗാണ്ഡീവം ശ്രംസത്തെ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യത്തെ. അതായത് വേപതു, ശരീരമെല്ലാം വിറയ്ക്കുന്നു. എന്നിട്ട് ഭയം കൊണ്ടാണോ? അല്ല, എന്തോ ഒരു പ്രത്യേക ഫീലിംഗ് കൊണ്ടിട്ട് രോമമെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു. എന്റെ കയ്യിൽ നിന്നും ഗാണ്ഡീവം താഴെ പോകുന്നു. എന്നിട്ട് ദേഹമെല്ലാം ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നുന്നു. ഇതൊക്കെ എന്താണ്? അർജുനന്റെ സെൻസസ്. അതായത് എങ്ങനെയാണ് ആ ചുറ്റുപാടിനെ അർജുനൻ പെർസീവ് ചെയ്തത് അല്ലെങ്കിൽ സ്വീകരിച്ചത് എന്നാണ് നമ്മൾ കാണുന്നത്. അർജുനന് കഠിനമായിട്ടുള്ള വിഷാദമാണ് ഉണ്ടാകാൻ പോകുന്നത്. വിഷാദഗ്രസ്തനായി തീരാൻ പോവുകയാണ്. ചുറ്റിനും ഉള്ള കാര്യങ്ങൾ കാണുമ്പോൾ സ്വന്തം ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അർജുനൻ പറയുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് 30-ാമത്തെ ശ്ലോകമാണ് കാണേണ്ടത്. പക്ഷെ ശ്ലോകം വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ഭഗവാനോടും ഗുരുവിനോടും നമ്മുടെ പ്രണാമങ്ങൾ അർപ്പിക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന
जनरञ्जन जमुनातीरवनचारी जमुनातीरवनचारी जय राधा माधव कुञ्ज बिहारी गोपीजन वल्लभ गिरिवरधारी जय राधा माधव कुञ्ज बिहारी गोपीजन वल्लभ गिरिवरधारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय गौरनिताय जय गौरनिताय जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नमः ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ശ്രീമദ് ഭഗവത്ഗീത ഒന്നാമത്തെ അധ്യായം 30-ാമത്തെ ശ്ലോകം ഒന്ന് വായിക്കാം. न च शक्नोम्यवस्थातुं भ्रमतीव च मे मनः निमित्तानि च पश्यामि विपरीतानि केशव न च शक्नोम्यवस्थातुं भ्रमतीव च मे मनः निमित्तानि च पश्यामि विपरीतानि केशव न च शक्नोम्यवस्थातुं भ्रमतीव च मे मनः നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. അർജുനൻ പറയുകയാണ്, എന്താണ് പറയുന്നത്? ഇങ്ങനെയൊക്കെ, അതായത് എന്റെ കയ്യിൽ നിന്നും കാണ്ഡീവം വീഴുന്നു, എന്റെ ത്വക്കെല്ലാം ചുട്ടു പൊള്ളുന്നു, എനിക്ക് രോമഹർഷം ഉണ്ടാകുന്നു, വിറയ്ക്കുന്നു അംഗങ്ങളെല്ലാം, ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് എന്താണ് ന ച ശക്നോമി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ശക്തിയില്ല. എന്താണ് ഈ ഒരു രഥത്തില് ഇങ്ങനെ നേരെ നിൽക്കാൻ പോലും എനിക്ക് ശക്തി ഉണ്ടാവുന്നില്ല. കാരണം എന്താണ്? നച്ച ശക്നോമി അവസ്ഥാതും. കാരണം എന്താണ് ശക്തിയില്ലാത്തത്? എന്തുകൊണ്ടാണ് നേരെ നിൽക്കാൻ പറ്റാത്തത്? തലകറങ്ങുന്നു എന്ന് പറയും അർജുനൻ. എന്ത് പറയുന്നു? ഭ്രമതീവ ചമേ മന. ഭ്രമതീവ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുകയാണ്? ഭ്രമതി എന്ന് പറഞ്ഞാൽ ഫൊർഗെറ്റ് ചെയ്യുക, മറക്കുക, അല്ലെങ്കിൽ തലകറങ്ങുക എന്ന് പറയുകയാണ്. മനസ്സ് ഇവിടെയെങ്ങും നിൽക്കുന്നില്ല, ഒരേ സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നില്ല, എങ്ങോട്ടൊക്കെയോ മനസ്സ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെയും പ്രശ്നം, നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. ഓ കേശവ, ഞാൻ ദുർനിമിത്തങ്ങളാണ് ആകപ്പാടെ കാണുന്നത്. എന്താണ് ദുർനിമിത്തങ്ങൾ കാണുന്നു എന്ന് പറയുന്നു. നിമിത്താനി ച പശ്യാമി. പശ്യാമി എന്ന് പറഞ്ഞാൽ കാണുക. എന്താണ് കാണുന്നത്? നിമിത്താനി. എങ്ങനെയുള്ള നിമിത്താനി? വിപരീതാനി നിമിത്താനി. അതാണ് കേശവ, ഞാൻ വിപരീതാനി നിമിത്താനിയാണ് കാണുന്നത്. എന്ത് പറ്റിയ പിന്നെ അർജുനന്? നമുക്ക് വായിക്കാം. പ്രഭുപാദിന്റെ പർപ്പോട്ട് വായിച്ചിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. I am now unable to stand here any longer. എനിക്ക് ഇവിടെ നേരെ നിൽക്കാൻ പറ്റുന്നില്ല. I am forgetting myself. എന്നെ മറന്നു പോകുന്നു. And my mind is reeling.
എന്റെ മനസ്സ് എവിടൊക്കെയോ ഭ്രമണം ചെയ്യുന്നു. ഐ സീ ഓൺലി കോസ് ഓഫ് മിസ്ഫോർച്യൂൺ, ദുർനിമിത്തങ്ങൾ മാത്രമാണ് ഞാൻ കാണുന്നത്. ഓ കൃഷ്ണ, കില്ലർ ഓഫ് ദ കേശി ഡിമൺ, അതായത് കേശവ. അപ്പോ പ്രഭുപാദ് എഴുതുന്നു, ഡ്യൂ ടു ഹിസ് ഇംപേഷ്യൻസ് അർജുന വാസ് അൺഏബിൾ ടു സ്റ്റേ ഓൺ ദ ബാറ്റിൽ ഫീൽഡ് and he was forgetting himself on account of this weakness of his mind. അദ്ദേഹത്തിന്റെ അക്ഷമ കാരണം അർജുനന് ആ യുദ്ധരംഗത്ത് നിൽക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് എന്താണ് മനസ്സിന്റെ ആ ഒരു ബലഹീനത കാരണം എന്താണ് താൻ ചെയ്യേണ്ടത് എന്ന് പോലും അർജുനൻ മറന്നുപോയി. എക്സസീവ് അറ്റാച്ച്മെന്റ് ഫോർ മെറ്റീരിയൽ തിങ്സ് പുട്സ് എ മാൻ ഇൻ സച്ച് എ ബിവിൽഡറിംഗ് കണ്ടീഷൻ ഓഫ് എക്സിസ്റ്റൻസ്. എന്തുകൊണ്ടാണ് അർജുനൻ അങ്ങനെ ഉണ്ടായത് എന്ന് പ്രഭുപാദ് പറയുന്നു. രണ്ടാമത്തെ സെന്റൻസ്, എന്താണ് കാരണം? ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോടുള്ള അമിതമായ ആസക്തി കാരണം. ഭയം ദ്വിതീയ അഭിനിവേശത സ്യാത്, ഭാഗവതം പറയുന്നു. Such fearfulness and loss of mental equilibrium take place in persons who are too affected by material conditions. ഭയവും ആകാംക്ഷയും നിരാശയും ഒക്കെ വരുന്നതിന് ഒരു കാരണം എന്താണ്? നമ്മള് ഭൗതികമായി ഒരുപാട് കാര്യങ്ങളോട് ആസക്തി വെക്കുന്നത് കൊണ്ടാണ്. അർജുന envisioned only painful reverses in the battlefield. അർജുനന് പോസിറ്റീവായിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല, എല്ലാം നെഗറ്റീവായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. കാരണം എന്താണ്? He would not be happy even by gaining victory over the foe. ദുഷ്ടന്മാരെ നിഗ്രഹിച്ചാലും അവരെ ജയിച്ചാലും ദുര്യോധനാദികളെ വധിച്ചാലും ഒന്നും എനിക്ക് സന്തോഷം കിട്ടുകയില്ല എന്ന് അർജുനൻ തീരുമാനിച്ചു. ദ വേർഡ് നിമിത്താനി വിപരീതാനി ആർ സിഗ്നിഫിക്കന്റ്. ദുർനിമിത്തങ്ങളാണ്. when a man sees only frustration in his expectations, മുന്നോട്ട് ആശയ്ക്ക് ഒരു വഴിയുമില്ല അല്ലെങ്കിൽ ഒരു വകയുമില്ല എങ്കിൽ അയാൾ വിചാരിക്കും, he thinks why am I here, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്? everyone is interested in himself and his own welfare. സ്വാർത്ഥതയാണ് അങ്ങനത്തെ ചിന്തയ്ക്ക് കാരണം. no one is interested in supreme self. പരമദിവ്യോത്തമ പുരുഷനിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധർമ്മം കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ ആൾക്കാരിലുമുള്ള നന്മയിലോ ആരും വിശ്വസിക്കുന്നില്ല. അർജുന ഈസ് ഷോയിങ് ഇഗ്നോറൻസ് ഓഫ് ഹിസ് റിയൽ സെൽഫ് ഇൻട്രസ്റ്റ് ബൈ കൃഷ്ണാസ് വിൽ. ഇവിടെ അർജുനന് അങ്ങനെ ഒരു അവസ്ഥ വന്നത് ഭഗവാന്റെ ആഗ്രഹപ്രകാരമാണ്. കാരണം നമ്മളെ പോലെയുള്ള അജ്ഞരായ ആൾക്കാരെ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു വിഷമഘട്ടം വന്നാൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ ഈ പ്രകാരം ഒരു അവസ്ഥയിൽ പെട്ടത്. വൺസ് റിയൽ സെൽഫ് ഇൻട്രസ്റ്റ് ലൈസ് ഇൻ വിഷ്ണു ഓർ കൃഷ്ണ. അതായത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്വധർമ്മം എന്ന് പറയുന്നത് ഭാഗവത ധർമ്മമാണ്, അല്ലെങ്കിൽ ഭഗവാനെ സേവിക്കുകയാണ്. ദി കണ്ടീഷൻഡ് സോൾ ഫോർഗെറ്റ്സ് ദിസ്. ബദ്ധാത്മാവ് ഇത് മറന്നു പോകുന്നു. ആൻഡ് therefore suffers material pains. അതുകൊണ്ട് ദുഃഖവും അല്ലെങ്കിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അർജുന thought that his victory in the battle would only be a cause of lamentation for him. അഥവാ ഞാൻ ജയിച്ചാലും എനിക്ക് സന്തോഷം ഉണ്ടാകാൻ സാധ്യതയേ ഇല്ല എന്ന് അർജുനൻ വിചാരിക്കുന്നു. ഇതാണ് ഒരു രത്ന ചുരുക്കം. നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് ഈ ശ്ലോകത്തിൽ എന്താണ് ശ്രീല പ്രഭുപാദ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് അർജുനൻ പറയുന്നത്? എന്റെ സമനില നിലനിർത്താൻ പറ്റുന്നില്ല, പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, എന്റെ അവസ്ഥയ്ക്ക് കാരണം. ഏതവസ്ഥ? എന്താണ് അവസ്ഥ? ഭീഷ്മദേവര് ഭാഗവതത്തിൽ പറയുന്നു, സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യ. എന്താണ് സ്വജന? അർജുനൻ ബാറ്റിൽ ഫീൽഡിൽ ചെല്ലുമ്പോ ആ രഥത്തിൽ ഇരുന്നിട്ട് മുന്നിലുള്ള ആൾക്കാരെ നോക്കുമ്പോ അച്ഛന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്തും സഹോദരങ്ങളുടെ സ്ഥാനത്തും പുത്രന്മാരുടെ സ്ഥാനത്തും പിതാമഹന്റെ സ്ഥാനത്തും അവരെ എല്ലാവരെയും കാണുമ്പോൾ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യ. അർജുനന്റെ ബുദ്ധി എന്തല്ല, യഥാർത്ഥ ബുദ്ധി അല്ല. കാരണം എന്താണ്? ഭഗവാന്റെ നിശ്ചയത്തിന് വിരുദ്ധമായിട്ട് അർജുനൻ സെൽഫ് ഇൻട്രസ്റ്റ് ആണ് ആദ്യം ചിന്തിച്ചത്, അല്ലെങ്കിൽ സ്വജന വധാത്, അതായത് എന്റെ ജനങ്ങൾ എന്നുള്ള ശരീരത്തോട് ബന്ധപ്പെട്ട ആ ഒരു ചിന്തയായിരുന്നു അർജുനന് ആദ്യം ഉണ്ടായിരുന്നത്. അതാണ് ഭീഷ്മദേവര് പറയുന്നത് ദോഷബുദ്ധിയ, അത് നല്ല ബുദ്ധിയല്ല. പിന്നെ എന്താണ്? അതാണ് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അർജുനൻ നിന്നത്. ശക്നോമി അവസ്ഥ, അതും എനിക്ക് ഈ സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഭ്രമതീവച്ചമേ മന, എനിക്ക് തലകറങ്ങുന്നു. മിമിത്താനി പശ്യാനി വിപരീതാനി, എല്ലാം ദുർനിമിത്തങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നമ്മൾക്കും ഇതുപോലുള്ള അവസ്ഥ വരും അല്ലെ?
സാധാരണ ഒരാള് ഒരു ജീവിതം നയിക്കുന്ന ഒരാള് എന്തെങ്കിലും ഉദ്ദേശം അയാൾക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി പ്രവർത്തിക്കും. അപ്പോ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കണം എന്ന് നിർബന്ധമില്ല. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോവുകയാണ്. ഞാനിപ്പോ എൻട്രൻസ് എഴുതാൻ പോകുന്നത് പോലെ. എത്ര ലക്ഷം ആൾക്കാരാണ്, എത്ര സീറ്റ് ഉണ്ടോ അതിന്റെ 10ഉം 15ഉം ഇരട്ടി ആൾക്കാരാണ് അത് എഴുതുന്നത്. നമ്മൾ എന്താണ് ഉദ്ദേശം? ആ എൻട്രൻസ് നേടുക. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എൻട്രൻസോ എന്തെങ്കിലും ആകട്ടെ, എന്ത് എൻട്രൻസ് ആണെങ്കിലും ആകട്ടെ. അപ്പോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഒരു വർഷം മുഴുവൻ ചത്ത് കിടന്ന് 16ഉം 18ഉം മണിക്കൂർ പഠിച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് എന്ത് വന്നാലും എഴുതാൻ വേണ്ടി കിട്ടും. അങ്ങനെയാണ് ഉദ്ദേശത്തിനോട് എന്ത് പുലർത്തുന്ന, മാന്യത പുലർത്തുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. ആ സമയത്ത് പോയിട്ട് പഠിക്കുകയല്ല ചെയ്യുന്നത്, നേരത്തെ മുതലേ പ്രിപ്പയർ ചെയ്യും. അപ്പോ എന്ത് സംഭവിക്കും? പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മൾ കയറി നിൽക്കും. ഇത്ര നേരം നമ്മുടെ കയ്യിലായിരുന്നു കാര്യങ്ങൾ. പഠിക്കുന്നത് നമ്മുടെ കയ്യിലാണ്, പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ കയ്യിലാണ്, എല്ലാം നമ്മുടെ കയ്യിലാണ്. പക്ഷേ ആ പരീക്ഷ ഹാളിൽ കയറി കഴിയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കും. കാരണം എന്താണ്? ആ ചോദ്യ പേപ്പർ എന്തായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയില്ല. എന്റെ കൂടെ പരീക്ഷ എഴുതുന്ന ആൾക്കാരുടെ നിലവാരം, ഇത് രണ്ടുമാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന് അതിൽ നമ്മളുടെ സാധ്യതയെ എന്ത് ചെയ്യുന്നത്? നിർണയിക്കുന്ന ഫാക്ടേഴ്സ്. അതായത് നമ്മൾ പഠിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധ്യത കൂടുതലാണ്. ഇനി ആ സാധ്യത ഉണ്ടെങ്കിലും എന്റെ കൂടെ എഴുതുന്ന ആൾക്കാരുടെ ഇന്റലക്ച്വൽ ലെവൽ അത്രയ്ക്ക് വലുതാണ്, അല്ലെങ്കിൽ എന്നേക്കാൾ നന്നായി എഴുതാൻ അറിയാവുന്ന ആൾക്കാരാണ് എന്റെ ചുറ്റിനും ഇരിക്കുന്നതെങ്കിൽ എന്റെ സാധ്യത കുറവാണ്. ഈ രണ്ട് കാര്യങ്ങളും എന്നെ ആശ്രയിച്ചേ അല്ല ഇരിക്കുന്നത്. അതിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോ ചിലപ്പോ എന്താണ് പ്രശ്നം? ചില കാര്യങ്ങളിൽ, അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇനി പറയാൻ പോകുന്നത്. അർജുന, നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ യോഗ്യതയുള്ളൂ. അതിന്റെ ഫലത്തെക്കുറിച്ച് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല? ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുകയില്ല, നിശ്ചയിക്കാൻ പറ്റുകയില്ല. എന്താണ് പറയുന്നത്? കർമ്മണി ഏവ അധികാരസ്തേ മാ ഫലേഷു കദാചന. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നതാണ്. നമ്മളുടെ വിചാരം എന്താണ്? എല്ലാം എന്റെ കയ്യിലാണ്. പ്രത്യേകിച്ചും ഒരു ഭൗതികവാദി വിചാരിക്കുന്നത് എല്ലാം എന്റെ കയ്യിലാണ് എന്നാണ്. ഞാൻ ഇങ്ങനെ ചെയ്താൽ അതിന് ഇന്ന റിസൾട്ട് വന്നിരിക്കണം എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാത്തപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ നിരാശരായി പോകുന്നത്. ഇവിടെ അർജുനൻ എന്തായി പോകുന്നു? അർജുനൻ വന്നിട്ട് ആദ്യം വളരെ ആത്മവിശ്വാസത്തോടു കൂടി വന്നു. അർജുനൻ പ്രതീക്ഷിക്കുന്നു താന് എന്ത് ചെയ്യും? വിജയിക്കുമെന്ന്. അർജുനൻ പേടിച്ചു വിറച്ചിട്ടാണോ ഇങ്ങനെ ഈ ഒരു എക്സ്റ്റേണൽ സിംറ്റംസ്, അതായത് പുറമേയുള്ള ലക്ഷണങ്ങളും അകമേയുള്ള നിരാശയും ഒക്കെ ഉണ്ടാകുന്നത്? ആരാണ് അർജുനൻ? ഇന്ദ്രന്റെ അംശമാണ്. അതും അർജുനൻ യുദ്ധം ചെയ്യുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുമ്പ് മഹാഭാരതത്തിൽ ഒരുപാട് തവണ എന്ത് ചെയ്തിരിക്കുന്നു? ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു അർജുനൻ എങ്ങനെ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ന്. വലുതായതിനു ശേഷം ചെയ്ത യുദ്ധത്തിന്റെ കാര്യം വീണ്ടും. കൊച്ചിയിൽ ചെയ്ത യുദ്ധങ്ങളൊന്നും നമുക്ക് അറിയില്ല, അതൊക്കെ എണ്ണമറ്റ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഈ ഖാണ്ഡവപ്രസ്ഥം എന്ന് പറയുന്ന അവരുടെ ആ രാജ്യം തുടങ്ങുമ്പോൾ തന്നെ യുദ്ധത്തിനകത്തായിരുന്നു. അത് ആരോടാണ് യുദ്ധം ചെയ്തത്? ഉള്ള ദേവന്മാരോടെല്ലാം ചേർന്നിട്ടാണ് എതിരിട്ടാണ് അർജുനൻ യുദ്ധം ചെയ്ത് ജയിച്ചത്. ഖാണ്ഡവപ്രസ്ഥത്തിലെ ആ വനത്തെ കത്തിച്ച് എന്താണ് വാസയോഗ്യമാക്കുന്നതെല്ലാം മൊത്തം ദേവന്മാർക്ക് എതിരെയാണ് അർജുനൻ യുദ്ധം ചെയ്തത്. വീണ്ടും അർജുനൻ ഒരുപാട് ഡീമൺസ്, അതായത് ആസുരിക സ്വഭാവമുള്ള നിവത്ത കവചന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടം അസുരന്മാരെ പോലെയുള്ള എന്താണ് സ്പീഷീസിന്റെ അടുത്ത് യുദ്ധം ചെയ്തതായിട്ട് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അതിനും ശേഷം ഇപ്പോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് തൊട്ടു മുന്നേ ഈ കൗരവർക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. എവിടെ? വിരാട രാജ്യത്ത് വെച്ച്. വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു രാജകുമാരനും ഈ അർജുനനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൊത്തം കൗരവരും അപ്പുറത്തുണ്ടായിരുന്നു. എന്നിട്ടും എന്ത് ചെയ്തു? അർജുനൻ വിജയിച്ചു. അർജുനൻ ആദ്യമായിട്ടല്ല ഇതുപോലൊരു യുദ്ധത്തിന് പോകുന്നത്. അർജുനന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയത്തിന്റെ പുറത്ത് തോൽക്കുമോ എന്നുള്ള പേടി അർജുനനില്ല. കാരണം എന്താണ്? അർജുനൻ ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എന്താണ്? അർജുനന് തോൽക്കുമോ എന്ന പേടി അർജുനന് ഇല്ല. കാരണം എന്താണ്? അർജുനൻ ഒരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല? ഞാൻ തോൽക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ടെന്ന് അർജുനൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും മറ്റു ജനങ്ങളെ വധിച്ചാൽ എന്ത് സംഭവിക്കും? കുലധർമ്മം
നശിച്ചാൽ എന്ത് സംഭവിക്കും? കുട്ടികളെയും പിന്നെ സ്ത്രീകളെയും നോക്കാൻ ആരുമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവരെ കൊല്ലുന്നത് പാപമല്ലേ? അങ്ങനെ മാത്രമേ അർജുനൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ മരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അർജുനൻ, ഞാൻ തോറ്റാൽ എന്ത് സംഭവിക്കുമെന്ന് അർജുനൻ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പൊ അതുകൊണ്ട് അർജുനന്റെ ഈ കണ്ടീഷൻ എന്തുകൊണ്ടല്ല, പേടി കൊണ്ടല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്താണ് പേടി കൊണ്ടല്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം? ആ വിജയത്തിലേക്ക് കുറുക്കു വഴിയില്ല എന്ന് അർജുനൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ? ഇല്ല. എല്ലാ വിജയത്തിലേക്കും എന്താണ് നേരെ ഒറ്റ വഴിയേ ഉള്ളൂ. പ്രിപ്പയർ ചെയ്യാനുള്ളത് പ്രിപ്പയർ ചെയ്താലേ പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റുകയുള്ളൂ. തുണ്ട് വെച്ച് എഴുതി ഒക്കെ ജയിക്കാൻ പറ്റുമായിരിക്കും ഒരു 1-2 പരീക്ഷയ്ക്ക്. പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾ പോയി നോക്കൂ, അതിന് തുണ്ട് വെച്ച് എഴുതാൻ പറ്റൂല. ഒരു ഇന്റർവ്യൂവിന് പോയി അറ്റൻഡ് ചെയ്ത് നോക്കൂ, അവിടെ തുണ്ട് വെച്ച് എഴുതാൻ പറ്റൂല. അതുകൊണ്ട് കുറുക്കു വഴികൾ എന്ന് പറയുന്നത് ഒരിക്കലും ശാശ്വതമായിട്ടുള്ള വഴികളേ അല്ല. ചിലപ്പോ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും. അപ്പൊ നമ്മള് ചില ആൾക്കാര് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ അർജുനൻ ഇവിടെ പറഞ്ഞില്ലേ, നിമിത്താനി വിപരീതാനി പശ്യാനി, അതായത് ദുർനിമിത്തങ്ങളെ കാണുന്നു. നമ്മളും പോകുമ്പോ നോക്കാറില്ലേ എങ്ങനെ നിമിത്തം നല്ലതാണോ അല്ലയോ എന്ന്? അപ്പൊ ചില ആൾക്കാരെ പറയും, ഇതൊക്കെ അന്ധവിശ്വാസമാണ്. ഇതൊക്കെയാണ് എന്താണ് ഒരു മൈനനെ കാണുക, 2 മൈനനെ കാണുക, ആനയെ കാണുക, അത് കാണുക, ഇത് കാണുക എന്നൊക്കെ പറയുന്നത് അന്ധവിശ്വാസം അല്ലേ എന്നൊക്കെ നോക്കും. ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിമിത്തങ്ങൾ എന്ന് പറയുന്നത് ആ സാഹചര്യങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് തുല്യമാണ്. ഉദാഹരണം പറയാം. നമ്മൾ ഒരു മൗണ്ടൻ ക്ലൈംബിങ്ങിന് പോവുകയാണ്. വലിയ മൗണ്ടൻ കയറാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് പോകുമ്പോ ഏത് വേഗത്തിൽ കയറണം? അക്ലിമറ്റൈസേഷൻ, അതായത് പെട്ടെന്ന് ചാടി കയറാൻ പറ്റൂല. കാരണം മുകളിലോട്ട് പോകുന്തോറും ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ട് നമുക്ക് ശ്വാസം മുട്ടൽ ഉണ്ടായി ചിലപ്പോൾ തലകറക്കം വരും. അതുകൊണ്ട് പതുക്കെ പതുക്കെ പതുക്കെയാണ് കയറേണ്ടത്. അപ്പൊ വേഗത, ഗതി, ഏത് വഴിയിൽ കൂടെ പോകണം, ഏത് സാധനങ്ങൾ കൊണ്ടുപോകണം, എങ്ങനെ പോകണം, ഇതെല്ലാം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. എന്താണ്? കാലാവസ്ഥ. അത് നല്ല സ്റ്റീപ്പ് ആയിട്ടുള്ള കുന്നാണെങ്കിൽ, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഉരുളുപൊട്ടുന്ന സ്ഥലമാണെങ്കിൽ കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരിക്കുകയില്ല. അപ്പൊ നമ്മൾ ഇതിനെല്ലാം തയ്യാറെടുക്കൂലേ പോകുന്നതിന് മുമ്പ്? നമ്മൾ ചോദിക്കൂലേ അടുത്ത ദിവസം മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? അവിടെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ കാറ്റിന്റെ ഗതി എങ്ങനെയാണ്? ഇപ്പൊ കടലിൽ കൂടെ സഞ്ചരിക്കാൻ പോണ ആൾക്കാര് കാറ്റും കോളും ഉള്ള സ്ഥലത്ത് അവർ പോകുമോ? ഇല്ല. ഇതൊക്കെ എന്താണ്? ഈ ഒരു കാര്യം ഉദ്യമം നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ തയ്യാറെടുക്കുകയാണ്. എന്ത് ചെയ്തുകൊണ്ട്? ഈ കാലാവസ്ഥയും മറ്റു കാര്യങ്ങളും. കാരണം ചില കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്ന് നമുക്കറിയാം. പക്ഷെ ചില കാര്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല. അതായത് ഈ കാലാവസ്ഥയെയോ മഴയെയോ ഇതിനെ ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനനുസരിച്ച് നമ്മളുടെ പദ്ധതി ചേഞ്ച് ചെയ്യും. ഇതേപോലെയാണ് അർജുനൻ പറയുന്നത്. അർജുനൻ വിജയിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അർജുനന്റെ ഉദ്യമം യുദ്ധം ചെയ്യാൻ പോവുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ അർജുനൻ എന്ത് ചെയ്യുന്നു? ദുർനിമിത്തങ്ങൾ കാണുന്നു. ഒരുപാട് ദുർനിമിത്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ദുര്യോധനൻ ഉണ്ടായ സമയത്ത് കുറുക്കന്മാരും പട്ടികളും ഒക്കെ ഓരിയിടുന്നതും അതും ഒക്കെ കേട്ടിരുന്നു എന്ന് പറയുന്നു. അപ്പോഴേ പിന്നെ ദുര്യോധനനെ, അതായത് ആ ശിശു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ശിശു നാശത്തിനേ വരികയുള്ളൂ, കുലം മുടിക്കാനുള്ളവനായിരിക്കും, അവനെ നശിപ്പിച്ച് കളഞ്ഞേക്കാൻ ആദ്യമേ പറഞ്ഞതാണ്. പക്ഷെ ധൃതരാഷ്ട്രര് പുത്രനോടുള്ള സ്നേഹം കാരണം അത് ചെയ്തില്ല. അതും ദുർനിമിത്തങ്ങൾ കണ്ടിരുന്നു. അപ്പോ നമുക്കറിയാം ഈ എർത്ത് ക്വേക്കും മറ്റുമൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ നമുക്ക് കാണാത്ത പലതും ഈ മൃഗങ്ങൾക്കും മറ്റ് എന്താണ് പക്ഷികൾക്കുമൊക്കെ സെൻസ് ചെയ്യാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ അവരുടെ ഇന്ദ്രിയങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും സയന്റിഫിക്കലി പ്രൂവൺ അല്ല. അതേപോലെയാണ് നിമിത്തങ്ങളുടെ കാര്യവും. നിമിത്തങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഉദ്യമത്തിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള നിമിത്തങ്ങളാണ് കാണുന്നതെങ്കിൽ നമ്മൾക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്ത വരും. നമ്മൾ എന്ത് ചെയ്യും? അതിനനുസരിച്ച് മുന്നോട്ട് പോകും. കൂടുതൽ ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകും. പക്ഷെ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ചിന്താഗതി വരും. അർജുനനും ഇവിടെ അതാണ് സംഭവിച്ചത്. എന്താണ്? വീരനാണ് അർജുനൻ, ഭയമില്ലാത്തവനാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അർജുനൻ നിമിത്തങ്ങൾ കണ്ടപ്പോ സ്വയം ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇത് ചെയ്യേണ്ടതാണോ ഞാൻ? ഞാൻ ഇത് ചെയ്താൽ അതിന്റെ ഇഫക്റ്റ് എന്തായിരിക്കും, അതിന്റെ ഫലം എന്തായിരിക്കും എന്ന് ചിന്തിക്കുകയാണ് അർജുനൻ. അർജുനൻ ഭയങ്കര വില്ലാളി വീരനാണെങ്കിൽ അർജുനൻ വിചാരിച്ചൂടെ, എന്റെ ഒരു പ്രവൃത്തി കൊണ്ടാണ് ഇതിന്റെ എല്ലാം ഫലം നിശ്ചയിക്കുന്നത്. അതായത് അർജുനന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി, കഴിവ്, പ്രവർത്തനം, അല്ലെങ്കിൽ എന്താണ് അതിന് പറയുന്നത്, പെർഫോമൻസ്. അതെ, ആ ഒരു പെർഫോമൻസ് അത് കാരണമാണ്
ഇതെല്ലാം നിർണയിക്കപ്പെടുന്നതെങ്കിൽ അർജുനനെ എന്തിനാണ് പേടിക്കുന്നത്? ഇല്ല, അർജുനന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അർജുനൻ അറിയാം എന്താണ്, പകുതി മാത്രമേ എന്റെ കയ്യിലുള്ളൂ. പെർഫോമൻസ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യേണ്ടതാണെങ്കിലും ചില കാര്യങ്ങളൊന്നും എന്റെ നിയന്ത്രണത്തിൽ അല്ല എന്ന് അർജുനന് അറിയാം. അതായത് ഈ അതെന്താണ്, ഈ നിയന്ത്രണത്തിലല്ലാത്ത സാധനത്തിന് നമ്മൾ എന്താ പറയണമെന്ന് അറിയാമോ? വിധി എന്ന പേരിൽ വിളിക്കും. അതിപ്പോ വിശ്വസിക്കുന്നവരും വിളിക്കും, അവിശ്വാസികളും വിളിക്കും, ചാൻസ് എന്നൊക്കെ അവർ വിളിക്കും. നമ്മൾ അതിനെ വിധി അല്ലെങ്കിൽ ദൈവനിശ്ചയം എന്ന് പറയും. എത്തിസ്റ്റുകൾ അല്ലെങ്കിൽ അവിശ്വാസികൾ അതിനെ എന്തു പറയും? ചാൻസ് എന്ന് പറയും. അപ്പോ ഇതില് കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ പെർഫോമൻസിനെ, അതായത് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഉദ്യമം സഫലമാകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് നമ്മളുടെ കയ്യിൽ തന്നെയാണ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്, നമ്മളുടെ കയ്യിലും ഇല്ലാത്ത ഒരു കാര്യമുണ്ട്, അതാണ് വിധി എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് ഓവർ എക്സ്പെക്ടേഷൻസ് ആയിരിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട്, കുട്ടികളൊക്കെ എന്താണ് കലോത്സവത്തിന് പങ്കെടുക്കാൻ പോകും. ഭയങ്കര എന്താണ് ചത്തു കിടന്നാണ് അവർ പരിശീലിക്കുന്നത്. ക്ലാസ്സും മുടക്കി, പരീക്ഷയും മുടക്കി, അതെല്ലാം മുടക്കി, ആരോഗ്യവും നോക്കാതെ മുഴുവൻ അവരെന്തിന് ഗ്രൂപ്പ് ഡാൻസിനും അതിനും ഇതിനും എല്ലാത്തിനും വേണ്ടി എന്ത് ചെയ്യും? പരിശീലിക്കും. നമ്മൾ കഴിഞ്ഞ കലോത്സവത്തിനൊക്കെ കണ്ടതാണ്, ടിവിയിലൊക്കെ ഷോർട്സ് ഒക്കെ ആയിട്ട് വന്നതാണ്. എന്താണ്, ഈ കുട്ടികളെല്ലാം പരിശീലിക്കുക, അവർക്ക് ഒരേ ഒരു കാര്യം, എ ഗ്രേഡ് നേടുക, എ ഗ്രേഡ് നേടുക. അപ്പൊ റിസൾട്ട് വരുന്ന സമയത്ത് ഒരു കുട്ടി അവിടെ നിന്ന് ഭയങ്കര കാര്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? എ ഗ്രേഡ്, അതായത് അതിന്റെ എഫർട്ട് എല്ലാം അതിട്ടു. എന്നിട്ട് അത് ആ റിസൾട്ടിനെ എന്ത് ചെയ്യുകയാണ്? എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണ്? മൊത്തം എഫർട്ടും ഞാനിട്ടു, ഇനി എന്തായാലും എനിക്ക് A+ കിട്ടിയേ തീരൂ എന്നാണ്. അതിനകത്ത് വിധിയിലോ അല്ലെങ്കിൽ അതിന്റെ ഹയർ കൺട്രോളിലോ വിശ്വാസമില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ഇത് മുഴുവൻ എന്റെ കൺട്രോളിലാണെന്ന് പറഞ്ഞിട്ട് അതിനോട്, ആ റിസൾട്ടിനോട് അമിതമായിട്ട് ആസക്തി വെച്ച് പുലർത്തും. എ ഗ്രേഡ് കിട്ടിയേ പറ്റുള്ളൂ, എ ഗ്രേഡ് കിട്ടിയേ പറ്റുള്ളൂ. റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് എ ഗ്രേഡ് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ആലോചിച്ച് നോക്കൂ, അത് മൊത്തം തകർന്നു പോകും. ഇത്രയും ഞാൻ ചെയ്തിട്ടും എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് നിരാശ, അവിടെ നിന്നാണ് നിരാശ വരുന്നത്. അർജുനനും ഈ പ്രകാരം ഈ ഒരു അവസരത്തെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് അർജുനൻ സംഭവിക്കുന്നത്? മുഴുവൻ എഫർട്ടും അർജുനൻ ഇടാൻ പോവുകയാണ്. പക്ഷേ മുമ്പിൽ കാണുന്നതെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ 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 എന്ന് ചിന്തിച്ചിട്ട് അർജുനന്റെ മനസ്സിൽ എന്താണ്? സംശയങ്ങൾ ഉരുവിടുകയാണ്, സംശയങ്ങൾ തുടങ്ങുകയാണ്. അർജുനൻ ചിന്തിക്കുകയാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ദുർനിമിത്തങ്ങൾ കണ്ടിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുകയാണ്. കാരണം മുന്നോട്ട് നോക്കുമ്പോൾ അർജുനൻ എന്താ കാണുന്നത്? കുലംമുടിയും പാപം കിട്ടും, വേറെ ആരും എന്റെ കൂടെ ആസ്വദിക്കാനില്ലെങ്കിൽ അത് ഈ വിജയം കിട്ടിയിട്ട് എനിക്ക് എന്ത് കാര്യം? അതും ആസ്വദിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ്, അവസാനം ഞാന് യുദ്ധം ചെയ്തില്ല എങ്കിലും എന്താണ് പ്രശ്നം? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ധാർത്തരാഷ്ട്രന്മാരെ കൊല്ലേണ്ട കാര്യമില്ല എന്നൊക്കെ അർജുനൻ ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോ മാനസിക നില പോലും തെറ്റിപ്പോകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മാനസിക നില തെറ്റിപ്പോകുന്നെന്ന്? അർജുനന്റെ എന്താണ് ധർമ്മം? എന്താണ് ക്ഷത്രിയ ധർമ്മം? അർജുനൻ യുദ്ധം ചെയ്യേണ്ടവനാണ്. ഭഗവാന്റെ കൂടെ നിന്ന് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഡ്യൂട്ടി ഉണ്ട്, കർത്തവ്യമുണ്ട്. അതിനുവേണ്ടിയാണ് കൃഷ്ണൻ അർജുനനെ അവിടെ കൊണ്ടുവന്നത് തന്നെ. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അർജുനൻ വന്നിട്ട് സ്വന്തം താല്പര്യപ്രകാരം യുദ്ധം ചെയ്യുന്നത് പോലെയാണ് ഇപ്പോ. അർജുനൻ മുന്നിൽ വന്ന് നോക്കുകയാണ്, എന്ത് താല്പര്യപ്രകാരമാണ്? എന്റെ ജനങ്ങൾ, എന്റെ ബന്ധുക്കൾ, എന്റെ സഹോദരന്മാർ, എന്റെ പുത്രന്മാർ, എന്റെ പൗത്രന്മാർ, എന്റെ പിതാമഹൻ, എന്റെ ഗുരു, എന്റെ ആചാര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ 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 എന്നുള്ള സ്വാർത്ഥ, അവിടെ കൃഷ്ണന്റെ എന്നുള്ള ചിന്ത ആദ്യം അർജുനന് ഇല്ല. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അർജുനൻ പരമദിവ്യോത്തമ പുരുഷന്റെ സന്തത സഹചാരിയായ ഫ്രണ്ടായ ഭക്തനാണ്, അല്ലെ? അപ്പൊ അർജുനൻ അങ്ങനെ ഒരു അവസ്ഥ വരേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കും ഇതുപോലുള്ള ഒരുപാട് യുദ്ധങ്ങൾ നേരിടേണ്ടി വരും. കുരുക്ഷേത്ര യുദ്ധം അല്ല എങ്കിലും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് യുദ്ധങ്ങളെ നേരിടേണ്ടി വരും. ആ യുദ്ധത്തിന്റെ സമയത്ത് തൊട്ടടുത്ത് നമ്മൾക്ക് ആരില്ല? കൃഷ്ണനില്ല. പക്ഷേ ഈ ഗീത കൃഷ്ണന് തുല്യമാണ്. ഭാഗവതം, ഭഗവത്ഗീത ഒക്കെ ഭഗവാന്റെ വാക്കുകളാണ്. നമുക്ക് അർജുനനെ പോലെ തൊട്ടടുത്ത് അർജുന ഇത് ചെയ്, അർജുന ഇത് ചെയ്യുന്നു പറഞ്ഞ് പറയാൻ വേണ്ടിയിട്ട് ആരില്ല? ഭഗവാൻ ഇല്ല. ഇവിടെ ഉണ്ട്. ആര്? ഹൃദയത്തിലുണ്ട്. പക്ഷെ നമുക്ക് സംസാരിക്കാനോ അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാനോ ഒന്നുമുള്ള മനസ്സൊക്കെ കണ്ടാമിനേറ്റഡ് ആയതുകൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അന്ന് ആ പരിശുദ്ധ ഭക്തന് അങ്ങനെ ഒരു അവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തത്? അർജുനനെ മാധ്യമമാക്കിക്കൊണ്ട് നമ്മളെ
ഉദ്ബോധനം ചെയ്യാൻ വേണ്ടി എന്ത് തരുന്നത്? ഈ ഭഗവത്ഗീത തരുന്നത്. അപ്പൊ അർജുനന് സംഭവിച്ചത് എന്ത് സംഭവിച്ചു? മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. എന്താണ്? ഭ്രമതീവചമേ മനഃ. മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സാധാരണ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ തോന്നൂല അല്ലെ? മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പ്രൊവൊക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു കുടിയൻ, അയാളാണെങ്കിൽ 1 മാസം, ഭാര്യയാണെങ്കിൽ വീട്ടിൽ ഭയങ്കര അടിയും പിടിയും ബഹളവും, നാളെ മുതൽ കുടിച്ചിട്ട് വന്നാൽ നിങ്ങളെ വീട്ടിൽ കയറ്റൂല, അതാണ് ഇതാണ്, എത്ര കാശാണ് നിങ്ങൾ കൊണ്ടുപോയി കളയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ വഴക്കും ബഹളവുമായിരുന്നു. അപ്പൊ അയാൾ തീരുമാനിച്ചു, ഇന്നു മുതൽ ഞാൻ കുടിക്കണില്ല. ഭയങ്കര ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അയാൾ പുറത്തു പോകുന്നത്. അയാൾ ജോലിക്കായിട്ട് പോകുമ്പോഴത്തേന് നേരെ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ബിവറേജസിന്റെ ഔട്ട്ലെറ്റ്. ആ ബിവറേജസിന്റെ ഔട്ട്ലെറ്റ് നല്ല ഭംഗിയായിട്ട് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ഉദ്ദീപനം, അല്ലെങ്കിൽ എന്താണ്? പ്രൊവോക്കേഷൻ. അപ്പൊ അയാളുടെ ഉദ്ദേശം എന്താണ്? കുടിക്കാതെ മനസമാധാനമായിട്ട് കുടുംബജീവിതം നയിക്കണം എന്നാണ് ഉദ്ദേശം. പക്ഷെ ഈ നിരത്തി വെച്ചിരിക്കുന്ന കുപ്പി കാണുമ്പോൾ അയാളുടെ ഉദ്ദീപനം അല്ലെങ്കിൽ അയാളുടെ പ്രൊവോക്കേഷൻ വന്നു. അയാൾ നേരെ ബസ്സിലും കയറാതെ നേരെ പോയിട്ട് മദ്യശാലയിലും കയറി 2 കുപ്പിയും വാങ്ങിച്ച് കക്ഷത്തിൽ വെച്ച് പോകും. ഇതാണ് മാനസിക നിയന്ത്രണം നഷ്ടപ്പെട്ടവൻ എന്തിന് വഴിമാറും? ഇന്ദ്രിയത്തിന് അടിമപ്പെട്ടു പോകും, ഇന്ദ്രിയ സുഖങ്ങൾക്ക് അടിമപ്പെട്ടു പോകും എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ഒരു വലിയ ക്രിക്കറ്റ് ഭ്രാന്തൻ, ഇന്ത്യൻ ടീമും പാകിസ്ഥാൻ ടീമും കൂടെ ക്രിക്കറ്റ് കളി നടത്തുമ്പോ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉള്ള ആൾക്കാർ ഒരു യുദ്ധം ചെയ്യുന്ന പ്രതീതിയാണ്. അത് വെറും ഒരു സ്പോർട്സ് ആണ്, കളിയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ പത്രം വായിച്ചു നോക്കിയാൽ അറിയാം. അവിടെ ഇവിടെ അക്രമ സംഭവങ്ങൾ, ആരാധകന്മാര് തമ്മിൽ ഏറ്റുമുട്ടി, അത്രയും ഇടിപിടി ബഹളമൊക്കെ ഉണ്ടായി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത്. എന്താണ്? പ്രൊവൊക്കേഷൻ. അവർക്ക് ലഹരി എന്ന് പറയുന്നത് ക്രിക്കറ്റ് ആണ്. മറ്റവർക്കും മദ്യമാണ് ലഹരിയെങ്കിൽ ഇത് ക്രിക്കറ്റ് ആണ്. അതിൽ ഒരാൾ എങ്ങാനും ഔട്ടായി പോയാൽ ഒരു വിപരീതാനി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ മാനസിക നില ആകെ താറുമാറാകും. എന്നിട്ട് പരസ്പരം സ്വന്തം കൂട്ടുകാരെ പോലും എന്ത് ചെയ്യും? നേരെ അടിച്ചു പിടിച്ച് ഒരു പരുവത്തിലാക്കുന്ന അവസ്ഥയിലെത്തും. ഇതാണ് മാനസിക നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണാനുള്ളതാണ്. ചില കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. നമ്മൾ പത്രം എടുത്ത് തുറന്നു നോക്കിയാൽ മതി. മാനസിക നില നഷ്ടപ്പെട്ട ആൾക്കാരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥ നമുക്ക് വന്ന എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ മനസ്സിനെ നേരെയാക്കി നിർത്തുന്നത്? ശ്രീല പ്രഭുപാദരുടെ സെന്റൻസ് നോക്കൂ. എവ്രിവൺ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഹിംസെൽഫ് ആൻഡ് ഹിസ് ഓൺ വെൽഫെയർ. ഇതാണ് ഇതിന്റെ അകത്തെ കീവേഡ്. എന്താണ്? പ്രഭുപാദ് പറയുന്നു, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് നിങ്ങൾ അമിതമായിട്ട് റിസൾട്ടില് അല്ലെങ്കിൽ അത്ര അറ്റാച്ച്മെന്റ് അതിന്റെ ഈ ഫലത്തിൽ വെക്കുന്നത്, ഉദ്യമത്തിന്റെ ഫലത്തിൽ വെക്കുന്നത്? കാരണം അതിൽ നിന്നും എനിക്ക് എന്ത് കിട്ടും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എവ്രിവൺ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഹിംസെൽഫ് ആൻഡ് ഹിസ് ഓൺ വെൽഫെയർ. അല്ലേ? എന്ത് ഉദ്യമത്തിന് പോയാലും ഇതിന്റെ അകത്തു നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുമോ ആ കാര്യം? ഇല്ല. കാരണം നമ്മൾ എല്ലാവരും സ്വാർത്ഥരാണ്. കാരണം ഈ സ്വാർത്ഥതയാണ്, ഈ പ്രവൃത്തിയെ നയിക്കുന്നത് തന്നെ സ്വാർത്ഥതയാണ്. അതായത് ഞാൻ ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന റിസൾട്ട് കിട്ടും, അതുകൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിലാണ് ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് തന്നെ. പക്ഷേ അതിന് ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്. കാരണം എന്താണെന്നറിയാമോ? ആ ഉദ്യമത്തില് നമ്മൾ എന്താകും? ബൗണ്ടായി പോകും. അതിൽ നമ്മൾ ആസക്തനായി പോകും. കാരണം എന്താണ് നമ്മളുടെ ഉദ്ദേശം? എനിക്ക് സ്വാർത്ഥത, സെൽഫിഷ് മെന്റാലിറ്റിയാണ് പ്രശ്നം. ഈ സ്വാർത്ഥത എന്താണ്? ഇതിന് റിസൾട്ട് പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ലെങ്കിൽ ഈ സ്വാർത്ഥത കൊണ്ട് തന്നെ നമ്മൾ നിരാശരായി പോകും. ഇത്രയും ഞാൻ ചെയ്തിട്ടും എനിക്ക് എന്ത് സംഭവിക്കുന്നില്ല, എനിക്ക് ഇതിനകത്തൊന്നും ഒരു റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിരാശരായി പോകും. അപ്പോ ഭൗതിക ലോകത്തില് ഇതാണ് നിരാശയ്ക്ക് കാരണം എന്ന് പ്രഭുപാദ് പറയുന്നു. പിന്നെ എന്താണ്? അപ്പൊ പ്രഭുപാദിന്റെ ആൻസർ എന്താണ്? അല്ലെങ്കിൽ നമുക്ക് തരുന്ന ആൻസർ എന്താണ്? ഇതിനെ ആധ്യാത്മിക തലത്തിൽ എങ്ങനെയാണ് റെസിപ്രൊക്കേഷൻ, അതായത് ഭൗതിക ലോകത്തിൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് സെൽഫിഷ് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ആധ്യാത്മിക ലോകത്തില് സേവനമാണ് ഈ അറ്റാച്ച്മെന്റ്. അതായത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് എന്താണ്? സേവനമാണ്. സേവനം ആക്ച്വലി സെൽഫ് അല്ല, എനിക്ക് കിട്ടണം എന്നല്ല. സേവനം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ്.
കൃഷ്ണന് കൊടുക്കുന്നതാണ്, ഭക്തന്മാർക്ക് കൊടുക്കുന്നതാണ്, ഭഗവാന് ഡേറ്റയ്ക്ക് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ സാധുക്കൾക്കും ഗുരുക്കന്മാർക്കും ഒക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് സെൽഫിഷ്നെസ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഈ സേവനം നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നും അവർ നമ്മളെ ബഹുമാനിക്കണമെന്നും അവർ നമ്മൾക്ക് അതിന് തക്കതായിട്ട് പ്രതിഫലം നൽകുമെന്നും പറഞ്ഞാൽ അത് സേവനമല്ല, അത് ബിസിനസ്സാണ്, ഒരു കോൺട്രാക്റ്റ് ആണ്. പക്ഷേ പ്രഭുപാദ് ഇവിടെ പറയുന്നു, നിങ്ങളുടെ അവബോധത്തിൽ നിങ്ങൾക്ക് നിരാശ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങള് സേവനം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഉയരണം. അതെങ്ങനെ ഉയരാൻ പറ്റും? നമ്മുടെ ഭൗതികമായിട്ടുള്ള തലത്തിൽ നിന്നും പതുക്കെ നമ്മള് ഭൗതിക അറ്റാച്ച്മെന്റിനെ വിടാൻ എങ്ങനെയാ പഠിക്കുന്നത്? അറ്റാച്ച്മെന്റ് ഭഗവാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. നമുക്ക് അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഇരിക്കാൻ പറ്റൂല. ഒന്നുകിൽ നമ്മൾ പട്ടിയോടോ കുട്ടിയോടോ ഭർത്താവിനോടോ ഒക്കെ പിന്നെ അറ്റാച്ച്മെന്റ് വെക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവരൊക്കെ ടെമ്പററി ആണ് എൻ്റെ കൂടെ, പൂർണ്ണമായിട്ടും ആരാണോ ഉള്ളത്, കൃഷ്ണനാണ് എപ്പോഴും ഉള്ളതെന്ന് വിചാരിച്ച് പ്രൈമറി അറ്റാച്ച്മെന്റ് അങ്ങോട്ട് വെക്കും. എന്നിട്ട് ഭഗവാനെ സേവനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവർക്കും നമ്മൾ സേവനം ചെയ്യും. അവിടെ സെൽഫിഷ്നെസ് ഇല്ല. പോട്ടെ, ആ കുട്ടിയെ നമ്മൾ വളർത്തി വലുതാക്കി, അതിന് എന്തോരം കാര്യങ്ങൾ നമ്മൾക്കെതിരെ ചെയ്യാനും ഇല്ല, ഇതൊക്കെ ഭഗവാന്റെ നിശ്ചയമാണ്, ഭഗവാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാകും, പദ്ധതി ഉണ്ടാകും എന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമ്മൾ സമാധാനമായിട്ടിരിക്കും. അമിത അറ്റാച്ച്മെന്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു ദിവസം നമ്മളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കാൻ പോലും തോന്നിക്കൂല. അത്രയ്ക്ക് നമുക്ക് നിരാശയായിരിക്കും ഫലം. അതാണ് പ്രഭുപാദ് പറയുന്നത്, അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഭഗവാനോടും എന്താണ് കർമ്മം അല്ലെങ്കിൽ അതിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് സേവനവുമായിരിക്കും തോറും നമുക്ക് നിരാശ വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ബാഹ്യമായോ ആന്തരികമായോ ഭൗതികമായോ ശാരീരികമായോ എപ്പോ വേണമെങ്കിലും നമുക്ക് ഭഗവാന് സേവനം ചെയ്യാം. അത് ഒരിക്കലും നമുക്ക് മടുക്കുന്നതുമല്ല, അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുമല്ല ആര് സേവനം ചെയ്യുന്നത്. ശിശാഷ്ടകത്തിൽ എന്താണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്? ന ധനം ന ജനം ന സുന്ദരീം കവിതാം വാ ജഗദീശ കാമയെ മമ ജന്മനി ജന്മനീശ്വരെ ഭവതാത് ഭക്തിർ അഹൈതുകി ത്വയും. ഭക്തി മാത്രമാണ് വേണ്ടത്. അതിനകത്ത് ഒരു അറ്റാച്ച്മെന്റും ഭൗതികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റും ഇല്ല. എന്താണ് ഭാഗവതത്തിലും അതുപോലെയുള്ള ഒരു സെന്റൻസ് ഉണ്ട്. ഓക്കെ, അത് മറന്നുപോയി. അപ്പോ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ഈ പ്രതിബന്ധങ്ങൾ വരുമ്പോ നിരാശനാവാതെ എങ്ങനെ ഇരിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതാണ് നമുക്ക് ഭഗവത്ഗീതയുടെ മെസ്സേജ് വരുന്നത്. എനിക്ക് ഈ അവസരത്തിൽ നിലനിൽക്കാൻ കഴിയുകയില്ല എന്ന് തോന്നിക്കുന്ന പല സമയത്തും ആ സാഹചര്യത്തിന് മാറ്റം ഉണ്ടാവില്ല. സാഹചര്യം പെർമനന്റ് ആണ്. അതായത് ആ സമയത്ത് നമ്മളുടെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു അടുത്ത ഒരു ആള് പെട്ടെന്ന് മരണപ്പെടുന്നു. അത് നമുക്ക് സാഹചര്യങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അയാളോട് അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ നിരാശനായി പോകും. പക്ഷെ ആ അറ്റാച്ച്മെന്റ് ഭക്തി, അതായത് ഭഗവാന്റെ സേവനമാണ് ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഈ കുട്ടി മകനായി കിട്ടിയത് ഭഗവാന്റെ നിശ്ചയമാണ്, അവൻ ഈ പ്രകാരം ഈ വയസ്സിൽ തിരികെ ഭൗതിക ലോകത്തു നിന്നും പോകുന്നതും ഭഗവാന്റെ നിശ്ചയമാണ് എന്ന് മനസ്സിലാക്കാനുള്ള പക്വത ഉണ്ടെങ്കിൽ നമുക്ക് വിഷമം വരും, ഇല്ലാതിരിക്കില്ല. കാരണം ഗ്രീഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നോർമൽ സൈക്കോളജിയാണ്. വിഷമം ഉറപ്പായിട്ടും വരണം. കാരണം ഭക്തന്മാർ കല്ലൊന്നുമല്ല, അവര് ഹൃദയത്തിന് അലിവുള്ള ആൾക്കാരാണ്. അപ്പോ അവർക്ക് എന്തുണ്ടാവും? വിഷമം ഉണ്ടാകും. എന്റെ പുത്രൻ അല്ലെങ്കിൽ എന്റെ മകൻ, എന്റെ മകൾ, അല്ലെങ്കിൽ എന്റെ ഭർത്താവ്, എന്റെ അച്ഛൻ, അമ്മ, ഇവർ ആരെങ്കിലും ഒക്കെ മരിച്ചു അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തുനിന്ന് അകന്നു പോയി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദുഃഖം വരണം. പക്ഷേ എന്ത് സംഭവിക്കില്ല? നമ്മൾ നിരാശയിലേക്ക് പോവുകയില്ല. അതിന്റെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കും. എന്താണ് യാഥാർത്ഥ്യം? എന്താണ്? ഞാനും എന്നെങ്കിലും പോവേണ്ടതാണ്. ജീവൻ എന്ന് പറയുന്നത് അനശ്വരനാണ്. ശരീരം മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. ആ ജീവാത്മാവ് ഇനി ഏതെങ്കിലും ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ എന്ത് കിട്ടും? അയാൾക്ക് ഇനി അടുത്ത ജന്മം കിട്ടും. അയാൾക്ക് ഇനിയും അവിടെ നിന്നും എന്താകാൻ പറ്റും? ഭഗവാന്റെ സേവനം തുടരാൻ പറ്റും എന്നുള്ള പോസിറ്റീവ് ചിന്താഗതിയാണ് ആർക്ക് വരുന്നത്? ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വരേണ്ടത്. ഇതെല്ലാം വായിച്ചിട്ട് നമുക്ക് അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ അതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോ അർജുനൻ നിമിത്തങ്ങളെ വിപരീതാനി കണ്ടതുപോലെ അർജുനൻ വന്നിട്ട് വേപതുശ്ച ശരീരമേ രോമഹർഷ്യസ്യ ജായത്തെ ഗാണ്ഡീവം ശ്രംസത്തെ ത്വക്പരിദഹ്യത്തെ എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾക്കും ഈ പ്രകാരമുള്ള ബുദ്ധിമുട്ട് വരും. യുദ്ധം ചെയ്യുകയല്ല നമ്മൾ ചെയ്യേണ്ടത്.
നമ്മൾക്കെതിരെയാണ്, നമ്മൾ ആർക്കെതിരെ? മായക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ നമ്മൾക്ക് എന്തായിട്ട് വരും? നമുക്ക് ബുദ്ധിമുട്ടേറിയതായിട്ട് വരും. അതും യുദ്ധത്തിന് കുറവൊന്നുമല്ല. ആ യുദ്ധം എന്ന് പറയുന്നത് മാനസിക യുദ്ധമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അർജുനൻ ഫിസിക്കലി യുദ്ധം ചെയ്തതുപോലെ അർജുനൻ അവിടെ ഫിസിക്കലി മാനസികവും യുദ്ധം ചെയ്യേണ്ടി വന്നു. അതേപോലെ നമ്മൾക്ക് ഫിസിക്കലി യുദ്ധം ചെയ്യേണ്ടി വരൂല, പക്ഷെ നമുക്ക് മാനസികമായിട്ട് യുദ്ധങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ആരെ ആശ്രയിക്കും? നമ്മള് നിരാശയിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ആരാണ് നമ്മൾക്ക് കൂടെ വരിക? ഭഗവാനോട് അർജുനൻ പറയുന്നു, കൃഷ്ണ, കേശവ, എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നോക്കൂ, അർജുനൻ ഭയങ്കര ഇന്റലക്ച്വൽ ആണ്. അർജുനന് കാര്യങ്ങളെല്ലാം, ഭക്തനാണ്, ഭഗവാന്റെ സന്തത സഹചാരിയാണ്. അതുകൊണ്ട് തന്നെ അർജുനന് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയാനുള്ള കഴിവുണ്ട്. പക്ഷെ അർജുനൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ ഈ മനസ്സിലാകുന്നില്ല എന്റെ അർത്ഥം? ആ സാഹചര്യങ്ങളില് എന്താണ് ചെയ്യേണ്ടതെന്ന് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്? ഈ ബുദ്ധിമുട്ടുകള് വരുമ്പോ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് നമ്മൾ അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ നോക്കും. അതായത് ഒരു പ്രശ്നം വരുമ്പോ ആൾക്കാർ എന്താ ചെയ്യുന്നത്? അതിനെ അനലൈസ് ചെയ്യും, അല്ലെ? അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു, ഇനി എന്താണ് ഞാൻ അതിനകത്ത് ചെയ്യേണ്ടത് എന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് സൊല്യൂഷൻ, പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പക്ഷേ ചിലപ്പോ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ഇതിന് പരിഹാരം കാണാൻ പറ്റുകയില്ല. കാരണം എന്താണ്? നമ്മുടെ നിയന്ത്രണത്തിലേ അല്ലാത്ത കാര്യങ്ങളായിരിക്കും. എന്റെ മകൻ മരിച്ചു പോകുന്നത്, അസുഖം വരുന്നത്, ചികിത്സ ചെയ്ത് എന്താണ് വേദനയോടുകൂടി മരിച്ചു പോകുന്നത് എന്റെ കയ്യിലല്ല. സൊല്യൂഷൻ ഇല്ല അതിന്. അതെന്താണ്? അത് റിവേഴ്സസ് ആണ്. എന്താന്ന് വെച്ചാൽ പ്രതിബന്ധങ്ങളാണ്. അതിന് സൊല്യൂഷൻ ഇല്ല. പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവും, പക്ഷെ പ്രതിബന്ധങ്ങൾക്കൊന്നും സൊല്യൂഷൻ ഇല്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്തായി പോവരുത്? നിരാശരായി പോവരുത്. കാരണം എന്താണ്? അവിടെ എന്തുകൊണ്ട് ഇങ്ങനെ കൃഷ്ണ എന്ന് ചോദിക്കരുത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മത്തിന്റെ ഭാണ്ഡക്കെട്ട് അനുസരിച്ച് അതൊക്കെ അഴിച്ച് ഭഗവാൻ കാണിച്ചു തരും, ഇതുകൊണ്ടാണ് ഇങ്ങനെ എന്ന്. പക്ഷെ അതല്ല നമ്മൾ ചോദിക്കേണ്ടത്. കാരണം അത് അറിഞ്ഞിട്ട് നമുക്ക് വലിയ പ്രയോജനമില്ല. കാരണം അത് ഇൻഎവിറ്റബിൾ ആണ്. അതിന് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. എന്തായാലും നമ്മൾക്ക് നേരിട്ടേ പറ്റുള്ളൂ. എന്തുകൊണ്ട് കൃഷ്ണ എന്ന ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല. കാരണം എന്താണ്? ആ ഭാണ്ഡക്കെട്ട് അഴിച്ച് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമല്ല, ഇതിന്റെ അപ്പുറത്തതും കൂടെ നമുക്ക് വരാനിരിക്കും എന്ന് നമുക്ക് മനസ്സിലാകും. അത് കൂടുതൽ നമുക്ക് നിരാശ ഉണ്ടാക്കാനേ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്താണ്? ഇനി എങ്ങനെ കൃഷ്ണ എന്ന് ചോദിക്കാം. എന്ത് ചോദിക്കരുത്? എന്തുകൊണ്ട് കൃഷ്ണ എന്ന് ഭഗവാനോട് ചോദിക്കരുത്. ഇനി എന്ത് കൃഷ്ണ എന്ന് ചോദിക്കണം. അതിനൊരു അർത്ഥമുണ്ട്. എന്താണ്? ഈ സിറ്റുവേഷനില് എന്നെ സമചിത്തതയോടെ നിലനിർത്തി എനിക്ക് അങ്ങയോട് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയും കൃഷ്ണ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ആ ചോദ്യമേ നമ്മൾക്ക് പ്രതിബന്ധങ്ങൾക്കും പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉള്ളൂ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? അത് ഓൾറെഡി വന്നിട്ട് ചെയ്ത സാധനമാണ്. നമ്മളുടെ പാസ്റ്റ് കർമ്മ, അതിനനുസരിച്ചാണ് എന്ത് വന്നേക്കുന്നത്? ഈ പ്രതിബന്ധങ്ങൾ വന്നേക്കുന്നത്. അപ്പൊ അതിനെ തുറന്നു വെച്ചിട്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്ത് ചോദിക്കും? ഇനി എങ്ങനെ എന്ന് ചോദിക്കും. അതായത് ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത വണ്ണം നടന്നാലും അതിൽ ഭഗവാന്റെ ഒരു പദ്ധതി അത് നമുക്ക് അറിയാൻ പറ്റൂല. എന്താണ് ഭഗവാന്റെ പദ്ധതി എന്ന്? ഭഗവാൻ മേലെ ഇരുന്ന് എന്ന് പറഞ്ഞാൽ ഭഗവാൻ വന്നിട്ട് നമ്മളുടെ പെർസ്പെക്റ്റീവ് മാത്രമല്ല, എത്രയോ ആൾക്കാരുടെ അല്ലെങ്കിൽ എത്രയോ ജീവികളുടെ പരസ്പരമുള്ള കർമ്മത്തിന്റെ എല്ലാം ഇൻട്രിക്കസീസ് മനസ്സിലാക്കിയാണ് ഭഗവാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ കർമ്മത്തിന്റെ ഫലമായിട്ട് ഒരു റിസൾട്ട് കൊടുക്കുന്നത്. അത് വന്നിട്ട് ഭഗവാൻ ചെയ്യുന്ന പദ്ധതി എന്ന് പറയുന്നത് ഒരു ജീവാത്മാവിന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. എന്തുകൊണ്ട് എന്റെ പുത്രൻ 17ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നു, ആക്സിഡന്റിൽ മരിച്ചു പോകുന്നു? അറിയില്ല നമുക്ക്. കാരണം ആ ജീവാത്മാവിന്റെ കർമ്മം, നമ്മളുടെ കർമ്മം, നമ്മളുടെ ചുറ്റിനുമുള്ള ആൾക്കാരുടെ കർമ്മം, അയാളോട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുടെ കർമ്മം, ഇതെല്ലാം ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ അഴിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഭഗവാൻ അറിയാം. കാരണം ഭഗവാൻ എല്ലാവരെയും കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പദ്ധതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉന്നമനം തരുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലത് മാത്രമേ വരുത്തത്തുള്ളൂ. എന്താണ് ഭഗവാൻ പറയുന്നത്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി സുഹൃതം സർവഭൂതാനാം എന്ന് പറയുന്നു. സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തോട് അത്രയ്ക്ക് ചേർന്നിരിക്കുന്നവനാണ്. പിന്നെ ഭഗവാൻ എങ്ങനെയാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക? പറ്റില്ല ഒരിക്കലും ഭഗവാന്. കാരണം ഭഗവാൻ സ്വന്തം ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളെ എന്ത് ചെയ്യുകയാണ്?
നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ വന്നിട്ട് ഈ ഭൗതികമായിട്ട് ഓരോ സാധനത്തിൽ പോയി അറ്റാച്ച് ചെയ്ത് നമുക്ക് ഇതിന്റെ എന്ത് സംഭവിക്കുന്നില്ല, അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? അർജുനൻ അപ്പൊ കൃഷ്ണനോട് ചോദിച്ചു, എന്താണ്? കാർപ്പണ്യ ദോഷോ അപഹത സ്വഭാവ പൃച്ഛ്വാമി ത്വാം ധർമ്മ സമ്മൂഢ ചേത യശ്രേയശ്ചാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സാധിമാം ത്വാം പ്രപന്നം. ഞാൻ അങ്ങേക്ക് സറണ്ടർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് പ്രശ്നം വരുമ്പോൾ നമ്മൾ ആരോട് ചോദിക്കും? എന്റെ തൊട്ടടുത്ത് അർജുനനോട് ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യുന്ന പറയാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഉണ്ടായിരുന്നത് പോലെ എന്റെ തൊട്ടടുത്ത് ഭഗവാൻ ഇല്ല. പക്ഷെ ഭഗവാൻ നമുക്ക് വേറൊരു സാധനം തന്നിട്ടുണ്ട്. എന്താണ്? ഗുരു, സാധു, ശാസ്ത്രം, ഇതെല്ലാം തന്നിട്ടുണ്ട്. അപ്പോ ഈ ഒരു സ്ഥലത്ത് നമ്മള് കൃഷ്ണനിൽ ആശ്രയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിബന്ധങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ അതിനെ നമ്മൾക്ക് തരണം ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം, ചുറ്റുപാട് മോശമാകുമ്പോൾ രണ്ട് തരത്തിൽ ആൾക്കാർ പ്രതികരിക്കും. എന്താണ്? ചുറ്റുപാട്, അതായത് സാഹചര്യം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, പ്രൊവോക്കേഷൻ വരുന്ന സാഹചര്യം വരുമെന്ന്. എപ്പോഴും പ്രൊവോക്കേഷൻ വരുമ്പോ ആ പ്രൊവോക്കേഷനിൽ വീണ ആള് തെറ്റായിട്ട് പോകണം നിർബന്ധമൊന്നുമില്ല. പ്രൊവോക്കേഷൻ വന്നാലും അതിൽ പ്രവർത്തിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് സമചിത്തനായിട്ട് നിൽക്കാം, അല്ലേ? എന്താണ് ഇതിനെ നിശ്ചയിക്കുന്നത്? വീഴണോ വേണ്ടയോ, വീഴണോ വേണ്ടയോ എന്ന് എങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത്? ഉദ്ദേശത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾക്കുള്ള ഉദ്ദേശമാണ് നമ്മളെ വീഴണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ളൊരു സർക്കംസ്റ്റൻസിൽ ചെന്ന് കഴിഞ്ഞാൽ നോർമലി ഒരാൾ എന്ത് ചെയ്യും? ആ ഒരു അവസരത്തിൽ വീണുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? വീണുപോകും. പക്ഷെ ചില ആൾക്കാര് സാഹചര്യം എത്ര പ്രശ്നമായിക്കോട്ടെ ഒരിക്കലും വീണു പോവുകയില്ല. കാരണം ഈ രണ്ട് കാര്യങ്ങളും ഉദ്ദേശശുദ്ധി അനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുന്നത്. ഒരു ഉദാഹരണം പറയാം. എന്ത് ചെയ്യുകയാണ്? ഒരു വലിയ യുദ്ധം വരികയാണ്. യുദ്ധം വരുമ്പോൾ നമ്മളുടെ മാതൃരാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു വികാരം, രാജ്യസ്നേഹം കൊണ്ട് സൈനികൻ യുദ്ധത്തിന് പോകും. അവിടെ ചെന്ന് അയാൾ പലരെയും വെടിവെച്ചു കൊല്ലും. ചിലപ്പോ അയാൾക്ക് മാരകമായിട്ടുള്ള മുറിവുകൾ ഏൽക്കും. പക്ഷെ അയാള് നിരാശനാവൂല. കാരണം ഞാൻ എന്റെ മാതൃരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്നുള്ള ഉദ്ദേശം അയാൾക്ക് ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അയാൾക്ക് നിരാശ ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം എന്താണ്? എന്റെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? യുദ്ധം ചെയ്തിരിക്കുന്നത്. ഇനി അതേപോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പോരാളിയെ നിയോഗിക്കുന്നു. നമ്മൾ കാണുന്നുണ്ടല്ലേ, പരസ്പര SFIയും അതും ഇതും KSUവും തമ്മിൽ ബഹളവും, ABVP SFI അതും ഇതും എല്ലാം തമ്മിൽ ബഹളം. ഒരുപാട് യുവാക്കളായിട്ടുള്ള ആൾക്കാർ പരസ്പരം എന്തിനാണ് കാരണം എന്നറിയാതെ തമ്മിൽ തല്ലിച്ചാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. മാതൃരാജ്യത്തിന് വേണ്ടി മരിച്ച സൈനികനെ പോലെയാണോ അവർ ചിന്തിക്കുന്നത്? ഇല്ല, ഇത് അവരുടെ സ്വാർത്ഥതയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഒരു രാഷ്ട്രീയക്കാരന്റെ സ്വാർത്ഥത കൊണ്ടാണ് ഈ കുട്ടികൾ അടുത്ത സ്വന്തം പ്രായത്തിലുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ മുതിർന്നവരെയോ ആരെയാണെങ്കിൽ തന്നെ പരിക്കേൽപ്പിക്കുന്നതും കൊല്ലുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ. എന്തുകൊണ്ടാണ്? അവരുടെ സെൽഫിഷ്നെസ് കൊണ്ടാണ്. ഉദ്ദേശശുദ്ധി ഇല്ല അവർക്ക്. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ ആ പ്രവൃത്തി ചെയ്തു കഴിയുമ്പോഴേക്കും അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഇതിൽ എനിക്ക് ഒരു ബെനഫിറ്റും ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. എനിക്ക് ഒരു ഉദ്ദേശശുദ്ധിയും ഇല്ലായിരുന്നു, ഇത് ആര് പറഞ്ഞിട്ട് ചെയ്തതാണ്, ഇത് വേറൊരാളുടെ ഇൻഫ്ലുവൻസിൽ ഞാൻ ചെയ്തതാണെന്ന് മനസ്സിലാക്കുന്നത്. നിരാശയുടെ പടുകുഴിയിൽ പോകും അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് രണ്ട് എക്സ്ട്രീം കേസുകൾ. ചുറ്റുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യണോ ചെയ്യാതിരിക്കണോ എന്ന് വിചാരിക്കുന്നത് ഉദ്ദേശശുദ്ധി വരുത്തുമ്പോഴാണ്. ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ എത്ര പ്രൊവോക്കേറ്റ് ചെയ്താലും അങ്ങ് അടുത്ത രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി നമ്മൾ പോവില്ല. കാരണം നമുക്കറിയാം അതെന്ന് പറയുന്നത് മണ്ടത്തരമാണ്. കാരണം അത് ആരുടെയാണ്? അവരുടെ ചൂഷണമാണ്. ഈ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ ചൂഷണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഏത് മന്ദബുദ്ധിക്കും മനസ്സിലാവും. പക്ഷെ ആ അവസ്ഥയിൽ ഇരിക്കുന്ന ആ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങളും മറ്റും ഉണ്ടാകുന്നത്. ഉദ്ദേശശുദ്ധിയില്ല, ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. അപ്പോ അർജുനനും ഇതുപോലെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയിരുന്നു. എന്ത് ചെയ്യണം എന്ന്. യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുലധർമ്മം, പാപം, എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അർജുനൻ നിരത്തി. എന്തുകൊണ്ട് നിരത്തി? അർജുനന് ഉദ്ദേശം മനസ്സിലാകുന്നില്ല.
എന്താണ് ഉദ്ദേശം? ഇതിന് ചുറ്റിലും നിൽക്കുന്ന ആൾക്കാരെ കൊന്നിട്ട് എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നതെന്നാണ് അർജുനൻ ആദ്യം ചിന്തിച്ചത്. പിന്നെയാണ് എന്ത് പറയുന്നത്, ലക്ഷ്യം വേറെയാകുന്നത്. ഭഗവാൻ ഗീത എല്ലാം ഉപദേശിച്ചു കഴിയുമ്പോഴേക്കും അർജുനന് മനസ്സിലാകുന്നു, അയ്യോ ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ യുദ്ധം ചെയ്യുന്നത്. എന്തിനാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്? ധർമ്മം അധർമ്മികളായിട്ടുള്ള ഈ കൗരവ സേന എന്ന് പറയുന്നത് അധർമ്മികളുടെ ഒരു കൂട്ടമാണ്. ഭൂമിക്ക് ഭാരമായി ഇരിക്കുന്നു. ഈ അധർമ്മത്തിനെ തുടച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനാൽ നിയോഗിച്ചതാണ് എന്ത് ഈ യുദ്ധം എന്ന് അർജുനന് മനസ്സിലാകുന്നത്. അവിടെ അർജുനന്റെ സെൽഫ് ഇൻട്രസ്റ്റ് മാറിയിട്ട് എന്തായി മാറി? കൃഷ്ണന്റെ ഇൻട്രസ്റ്റ് ആയിട്ട് മാറി. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം, അതാണ് ധർമ്മം. അപ്പൊ ഞാൻ ആ ധർമ്മത്തിന്, അതായത് ക്ഷത്രിയ ധർമ്മം കൊണ്ട് ഭഗവാന്റെ എന്താണ് ഉദ്ദേശത്തെ സഹായിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഒരു നിമിത്തമായി മാറുക. എന്താണ് പറയുന്നത്? നിമിത്തമാത്രം ഭവ സവ്യസാചിൻ എന്ന് അർജുനൻ മനസ്സിലാക്കി. അതുപോലെയാണ് അതുകൊണ്ടാണ് അർജുനന്റെ ചുറ്റുപാട് മാറിയോ? യുദ്ധം ചെയ്യേണ്ടി വന്നു അർജുനന്. ആദ്യം അർജുനൻ എന്ത് വിചാരിച്ചു? എനിക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്, രാജ്യം കിട്ടാൻ വേണ്ടിയിട്ട്, സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്, ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അർജുനൻ ചിന്തിച്ചത്. പക്ഷെ ഇപ്പൊ എങ്ങനെ ചിന്ത മാറി? ഗീതാജ്ഞാനം കിട്ടിയതിനു ശേഷം അർജുനൻ പറഞ്ഞു, ഇവരെല്ലാവരും വന്നിട്ട് അധർമ്മികളാണ്. ആ അധർമ്മികൾ എന്ന് പറഞ്ഞാൽ അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് കൃഷ്ണന്റെ അവതാരോദ്ദേശമാണ്. ധർമ്മ സംസ്ഥാപനാർത്ഥായ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇത് കേട്ടപ്പോ അർജുനൻ മനസ്സിലായി, അല്ല ഞാനല്ല ഇവിടെ യുദ്ധം ചെയ്യുന്നത്, ഞാൻ വെറും നിമിത്തമാണ്. ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ ആ കൺട്രോളർ? ഭഗവാനാണ് കൺട്രോളർ. ഈ അധർമ്മികൾ നിലനിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് ആപത്താണ്. ആ സമൂഹത്തെ ക്ലീൻ ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഭഗവാന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണനായിട്ട് വന്നത്. ധർമ്മ സംസ്ഥാപന അർത്ഥായേ. അപ്പൊ അർജുനൻ എന്ത് ചെയ്തു? ആ കൃഷ്ണന്റെ ധർമ്മ, അതായത് കൃഷ്ണന്റെ ഉദ്ദേശത്തോട് സ്ട്രീം ലൈൻ ചെയ്തു. സ്ട്രീം ലൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരേപോലെ പോകുക എന്നർത്ഥം. അപ്പൊ എന്ത് സംഭവിച്ചു? അർജുനന്റെ ലക്ഷ്യമേ മാറി, സ്വാർത്ഥത മാറി. എന്ത് ലക്ഷ്യമായി? ആ ലക്ഷ്യം ആധ്യാത്മികമായിട്ട് മാറി, ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള ലക്ഷ്യമായിട്ട് മാറി. അപ്പൊ അർജുനന്റെ നിരാശയും മാറി. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾക്കുള്ള പാഠം എന്ന് പറയുന്നത്? ദുഃഖം വരുമ്പോ ആത്മജ്ഞാനം നേടാൻ വളരെ എളുപ്പമാണ് എന്നുള്ള പാഠം അല്ലെ? നമ്മളുടെ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ നമ്മളുടെ അറ്റാച്ച്മെന്റ്, നമ്മളുടെ ഭൗതികമായിട്ടുള്ള ആസക്തികൾ കാരണം നമ്മൾക്ക് അമിതമായിട്ടുള്ള കാര്യങ്ങളിൽ അറ്റാച്ച്മെന്റ് വരും. കാര്യങ്ങളിൽ അമിതമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വരും. അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴോ, അല്ലെങ്കിൽ ഉദ്ദേശിച്ചതുപോലെ അത് കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇതിനെ കൊണ്ടെന്ന് അറിയാൻ മേലാത്ത പല അവസ്ഥകളും വരുമ്പോ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും, നിരാശരായി പോകും. പക്ഷേ അപ്പോ നമ്മുടെ അവബോധത്തെ ആധ്യാത്മികമായിട്ട് ഉയർത്താൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ ലക്ഷ്യം വേറെയാകും. അറ്റാച്ച്മെന്റും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കും. നമ്മളുടെ സേവനമാണ് നമുക്ക് മുഖ്യമായി വരിക. അപ്പൊ നമ്മൾ ആ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും ഒക്കെ കരകയറി നമ്മുടെ സേവനം തുടരും. ഇതാണ് ഭഗവത്ഗീത ഈ ഒരു യുദ്ധത്തിൽ, അതായത് അർജുനന്റെ വിഷാദത്തിൽ നിന്ന് നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന പാഠം. ഇതുപോലെ ഒരുപാട് പാഠങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഹരേ കൃഷ്ണ. ആശമാതജി, ഞാൻ വീണ്ടും 10 മിനിറ്റ് കൂടുതൽ എടുത്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. ഉറങ്ങിപ്പോയോ? നന്നായിരുന്നു മാജി. താങ്ക് യു. നിങ്ങളുടെ സമയമൊക്കെ ഞാനാണ് നശിപ്പിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ് എപ്പോഴാണ്? അല്ല, ഇന്നിനിപ്പോ ഇല്ല മാജി. ഭക്തിശാസ്ത്ര ക്ലാസ്സുകൾ ഇപ്പൊ 8 മണിക്ക് തുടങ്ങും. ഓക്കെ, അപ്പൊ കൺക്ലൂഡ് ചെയ്യട്ടെ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രിയപ്പെട്ട ഹരിപ്രിയ മാതാജി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. മാതാജി പറയൂ. ഹരേ കൃഷ്ണ മാതാജി. ഇന്ന് എനിക്ക് വേണ്ടിയുള്ള ക്ലാസ് പോലെ തോന്നുന്നുണ്ട് മാതാജി. നിറയെ സംസാരിക്കേണ്ട, പക്ഷെ സമയമില്ലല്ലോ. നാരായണ ക്ലാസ് അറ്റൻഡ് ചെയ്യണമല്ലോ.
എല്ലാ ക്ലാസ്സും ആയിരുന്നു മാതാജി. എനിക്ക് വേണ്ടി പോലെ ഉണ്ട് ഇന്നത്തെ ക്ലാസ് ഫുള്ളായിട്ട്. അർജുനന്റെ അതേ മനോഭാവം തന്നെ എനിക്ക്. എന്നെ എല്ലാവരും നോട്ടീസ് എല്ലാം ചീത്ത പറയുണ്ടാവും. ഈ അംബുജ മാതാജി വെറുതെ വർത്തമാനം. മാതാജി മാതാജിക്ക് ഞാൻ മെസ്സേജ് അയക്കും. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ.